മച്ചന്മാരെ എനിക്കിന്ന് വന്നേക്കുന്നത് ടാറ്റയുടെ പ്രൈമ. ഇതാണ് സർവീസിന് വന്നേക്കുന്നത് കേട്ടോ. പുതിയ ക്യാബിനാണ്. ഇവിടെ വന്നിട്ട് കുറച്ച് നാളായിട്ടല്ലോ കേട്ടോ. ഓക്കെ, നമുക്കിതിൻ്റെ സർവീസിൽ നിന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് വണ്ടി എടുത്ത് റാമ്പിലേക്ക് ഇടാമേ. ഓക്കെ, എനിക്ക് ഇന്ന് ഈ വന്നേക്കുന്ന വർക്കിനകത്ത് ഓയിൽ ചേഞ്ചും പിന്നെ ഓയിൽ ഫിൽറ്ററും ചേഞ്ചും മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ഇതൊന്നുമില്ല. ഇത് പുതിയ ക്യാബിനായതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ ചെക്ക് ചെയ്യണമുണ്ട്. എ ടു സെഡ് വാറണ്ടിയിലുള്ള വണ്ടിയാണ്. സോ എന്തെങ്കിലും മേജറായിട്ടുള്ള വർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഷോറൂമിലായിരിക്കും വാറണ്ടി ഉണ്ടായതുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ തന്നെ ചെയ്യുന്നതാണ്. അതൊക്കെ നമുക്ക് എന്തായാലും നോക്കാം കേട്ടോ. പിന്നെ ക്യാബിൻ ലിഫ്റ്റ് ചെയ്യുന്നത് ഇതിനകത്ത് ഒരു സ്വിച്ച് ഉണ്ട്. ക്യാബിൻ ലിഫ്റ്റ് ചെയ്യുന്ന സ്വിച്ച് ഉണ്ട്. ഈ സൈഡിൽ കാണുന്ന ഈ സ്വിച്ച് ഉണ്ടോ, ക്യാബിൻ ലിഫ്റ്റ് ചെയ്യുന്നത്. ഇത് പ്രസ് ചെയ്തിട്ട് തൊട്ട് താഴെ ഒരു സ്വിച്ച് ഉണ്ട്. ഞാനത് കാണിച്ചു തരാം. ചാവി നമ്മൾ ഓണിൽ തന്നെ വെച്ചിരിക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് വർക്കാവുന്നതല്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവലി പമ്പ് ചെയ്ത് സാധാ ഹൈഡ്രോളിക് പമ്പ് ലിഫ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ ലിഫ്റ്റ് ചെയ്യാം. ലിഫ്റ്റ് ചെയ്യുന്നിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം, താഴെ വീഴാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ പോലും വെച്ചേക്കരുത്. ഗ്ലാസ് പൊട്ടും, ഉറപ്പായിട്ടും പൊട്ടും. ഗ്ലാസ്സിനകത്തൊന്ന് പെട്ടാന്ന് പറഞ്ഞാൽ പൊട്ടും. പിന്നെ കൂളൻ്റ് ആൾറെഡി ടോപ്പ് അപ്പ് ചെയ്തിട്ടുണ്ട്. ആൾറെഡി കൂളൻ്റ് ഉണ്ട്, ഷോർട്ടേജ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വാഷർ ഫ്ലൂയിൻ്റെ ടാങ്കാണ് ഈ സൈഡിൽ കാണുന്നത്. ഇത് ക്ലച്ചിൻ്റെ ഫ്ലൂയിഡാണ്. ഓക്കെ, ഇതും ആൾറെഡി ഉണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങൾ അതിനകത്തെല്ലാം ഓക്കെയാണ്. ഇത് ക്യാബിൻ്റെ ഷോക്ക് വരുന്നുണ്ട്. പിന്നെ പവർ സ്റ്റിയറിങ്ങിൻ്റെ അവിടെ നിന്ന് ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. റേഡിയേറ്ററെല്ലാം ഓക്കെയാണ്. അവിടുന്ന് ആ ഭാഗത്തുനിന്ന് ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഫ്രണ്ടിൽ വന്ന നോസും കാര്യങ്ങളോ ഡാമേജോ കാര്യങ്ങളോ ഇല്ല. എ ടു സെഡ് എല്ലാം ആണ്. ലൈറ്റും കാര്യങ്ങളെല്ലാം ആൾറെഡി ചെക്ക് ചെയ്താണ്. ഇവിടെയാണ് നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇതിനകത്ത് ഈ ലിവർ ഉണ്ടോ, ലിവറിന് രണ്ട് പൊസിഷൻ ഉണ്ട്. ഒന്ന് കറക്കി മണ്ടയ്ക്കിട്ടേക്കാം. ഇങ്ങനെ മണ്ടയ്ക്കോട്ട് വെച്ച് കഴിഞ്ഞാൽ ക്യാബിൻ ലിഫ്റ്റ് ചെയ്യാം. ഇത് നേരെ താഴേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് ക്യാബിൻ ഡൗൺ ചെയ്യും. ഈ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാബിൻ ലിഫ്റ്റ് ആവുന്നതാണ്. അതല്ല ഇൻ കേസ് സ്വിച്ച് വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ, ചില സമയത്ത് ഇതിൻ്റെ മോട്ടർ കംപ്ലൈൻ്റ് ആയിട്ട് ഡാമേജ് വരുന്നുണ്ട്. വർക്കാവുന്നില്ല എന്നുണ്ടെങ്കിൽ മാനുവലി നമുക്കൊരു ലിവർ യൂസ് ചെയ്തിട്ട് ഇതിനകത്ത് വെച്ചിട്ട് യൂസ് ചെയ്ത് പമ്പ് ചെയ്താൽ മതി. സെയിം ജാക്കിൻ്റെ ഇത് കണക്കാണ് ആ സിലിണ്ടർ പോകുന്നതാണ്. ഓക്കെ, നമ്മൾ എന്തായാലും ക്യാബിൻ എന്തായാലും ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഡീസൽ ഫിൽറ്ററാണ്. ഇത് വാട്ടർ സെപ്പറേറ്റർ വെത്ത് വരുന്ന ഡീസൽ ഫിൽറ്ററാണ്. ഓക്കെ, ഇനി ഒരു ഡീസൽ ഫിൽറ്റർ ഉണ്ട് അപ്പുറ സൈഡിലാണ്. ഇതാണ് അടുത്ത ഡീസൽ ഫിൽറ്റർ. ഓക്കെ, പിന്നെ ഇത് കഴിഞ്ഞിട്ട് എയർ ഫിൽറ്ററിൻ്റെ ഡ്രയർ വരുന്നുണ്ട്. അത് ഈ കാണുന്നതാണ്. ഓക്കെ, നമുക്ക് ഈ പ്രാവശ്യം ഇതൊന്നും ചേഞ്ച് വരുന്നില്ല. ഇത് എയർ ഫിൽറ്റർ, ഇത് സ്റ്റിയറിംഗ്, പവർ സ്റ്റിയറിങ്ങിൻ്റെ ഫ്ലൂയിഡ് എല്ലാം ടോപ്പാണ്, ആൾറെഡി ഉണ്ട്. ഇത് എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ ഇതാണ് കേട്ടോ. ഇത് ക്ലീനിങ് മാത്രമേ ഉള്ളൂ, എയർ ക്ലീനിങ് ഉള്ളൂ. ഞാൻ എയർ ക്ലീനിങ് ചെയ്യുന്ന കാണിച്ചു തരാം കേട്ടോ. എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നർ ഫിൽറ്റർ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല, എയർ ക്ലീനിങ് ചെയ്യേണ്ട ആവശ്യമില്ല. ഔട്ടർ ഫിൽറ്റർ മാത്രമാണ് ചെയ്യുന്നത്. അതും കമ്പനി റെക്കമെൻഡ് ചെയ്തേക്കുന്നത് 3 പ്രാവശ്യം മാത്രമാണ്. 3 പ്രാവശ്യം മാത്രമേ ക്ലീൻ ചെയ്യാവൂ. അത് കഴിയുമ്പോഴത്തേന് എന്തായാലും ഇത് ഡാമേജ് ആവും. പിന്നെ അകത്ത് നിന്ന് പുറത്തേക്ക് മാക്സിമം എയർ അടിച്ച് ക്ലീൻ ചെയ്യാൻ നോക്കുക. ഒരുപാട് പ്രഷറിൽ അടിക്കരുത്. ഇത് ഞാൻ ക്ലീൻ ചെയ്ത ഫിൽറ്ററാണ്. ഈ ഒരു കണ്ടീഷനിലാണ് അവസ്ഥ. മാക്സിമം നമ്മളൊരു 3 ടൈം, അതാണ് കമ്പനി റെക്കമെൻഡ് ചെയ്തേക്കുന്നത്. അതിൽ കൂടുതൽ അടിച്ച് കഴിഞ്ഞാലും പിന്നീട് എയർ ഫിൽറ്റർ ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഈ സൈഡിൽ കാർട്ടൂൺ വെച്ചേക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഇല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ പുറത്തെല്ലാം പോവും. പിന്നെ നമുക്ക് ഇരട്ടി പണിയാവും. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ വെച്ചേക്കണം കേട്ടോ. പിന്നെ ഓയിൽ ഡ്രെയിൻ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, എന്തെങ്കിലും കളർ ചേഞ്ചസോ എന്തെങ്കിലും മെറ്റൽ പാർട്ടിക്കിൾസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ആൾറെഡി ചെക്ക് ചെയ്തിരിക്കണം കേട്ടോ. പിന്നെ പുതിയ വണ്ടി ആയതുകൊണ്ട് തന്നെ സീലുകളും കാര്യങ്ങളും നമ്മൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. എൻജിൻ മൗണ്ടിങ്, ഫാൻ ക്ലച്ചിൻ്റെ കണ്ടീഷന്, ലൈനർ പിന്നെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം കാണും. പിന്നെ എന്നാലും ചെക്ക് ചെയ്യുക, കാരണം ഹബ് ഓയിൽ സീലോ എന്തെങ്കിലും ലീക്ക് ഉണ്ടോ എന്ന് നോക്കിയിരിക്കണം. പിന്നെ ക്ലച്ച് ഇതിനകത്ത് വരുന്നത് എയർ പ്ലസ് ഫ്ലൂയിഡാണ്. അതും നമ്മൾ കൺഫേം ചെയ്തിരിക്കണം, ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ളത്. ചെക്ക് ചെയ്യാൻ പറയുന്നത് വേറെ ഒന്നുമല്ല, ബൂസ്റ്റിൻ്റെ സൈഡിൽ നിന്ന് ചില സമയത്ത് ലീക്കുകൾ കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും ഓയിൽ ഡ്രെയിൻ ആവട്ടെ. ഓക്കെ, ഇതാണ് ഫിൽറ്റർ ബെൽറ്റ് നമ്മുടെ. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫിൽറ്റർ റിമൂവ് ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ആ കാണുന്നതാണ് ഫിൽറ്റർ. ഇതിനകത്ത് നേരെ കയറ്റിയിടുക. ഏത് പൊസിഷനാണോ തിരിക്കേണ്ടതെന്നുള്ള പൊസിഷൻ അനുസരിച്ച് വേണം നമ്മൾ ആ ഫിൽറ്റർ ബെൽറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് റിമൂവ് ചെയ്യാം. നേരെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കൂടെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും കേട്ടോ. കൈ കയറ്റാൻ പറ്റും. എൻ്റെ കയ്യിൽ ഫോൺ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാനത് കാണിക്കുന്നത്. ഓക്കെ, നമ്മളെന്തായാലും റിമൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓയിൽ എന്തായാലും ഡ്രെയിനായി ഏറെക്കുറെ തീരാറായിട്ടുണ്ട്. ഇതാണ് എൻജിൻ ഫൗണ്ടേഷൻ. ക്രാക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അതെന്തായാലും നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെയാണ്. പിന്നെ ഇത് ക്ലച്ച് ടൈപ്പ് ഫാനാണ് പറഞ്ഞത്. ഓക്കെ, ഈ ഒരു ഫ്രീ എപ്പോഴും കാണും. വേറെ ടൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഐസാണെന്ന് ഭാഗത്തുനിന്ന് ലീഫ് സ്പ്രിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഗ്രീസ് നിപ്പിളിൻ്റെ പോയിൻ്റാണ് കേട്ടോ. അതെല്ലായിടത്തും ഉണ്ട്. ഗ്രീസ് അടിക്കുന്നത് ഞാൻ പിന്നീടൊരു വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ഗിയർ ബോക്സിൻ്റെ സീലിൻ്റെ അവിടുന്ന് ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഷാഫ്റ്റിൻ്റെ വേറെ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം ഓക്കെയാണ്. ഇത് ബ്രേക്ക് ബൂസ്റ്ററാണ്. ഓക്കെ, പിന്നെ ലൈനർ ഈ കാണുന്ന ഇത് കണ്ട, ഇതാണ് ടോർക്ക് റാഡ്. ആ ബുഷ് വരുന്നുണ്ട് അവിടെ ക്രാക്കോ കാര്യങ്ങളോ ഒന്ന് ചെക്ക് ചെയ്യണം. പിന്നെ ഇങ്ങനെയാണ് നമുക്ക് ലൈനർ ചെക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എനിക്ക് കാണാൻ പറ്റുമെന്നറിയില്ല. ചെറിയൊരു ഗ്രൂവ് കാണുന്നുണ്ട്. ഇതാണ് ബൂസ്റ്റർ കേട്ടോ. ക്ലച്ചിൻ്റെ ബൂസ്റ്റർ ഇതാണ്. എയർ പ്ലസ് ഫ്ലൂയിഡാണ് വരണത് ഇതിനകത്ത്. ഓക്കെ, ഇത് ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല പ്രസൻസിൽ.
ഓക്കെയാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. പിന്നെ ഇതാണ് ടാങ്ക്, നമ്മുടെ എയർ ഫില്ല് ചെയ്യുന്ന ടാങ്ക്. ഇത് നമ്മൾ വെള്ളമോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ഇടയ്ക്ക് ഡ്രെയിൻ ചെയ്യണം, ചെക്ക് ചെയ്ത് നോക്കണം. പുതിയ വണ്ടിയായതുകൊണ്ട് അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. ഡ്രയറും ഫിൽറ്ററും നമ്മൾ പ്രോപ്പറായിട്ട് ചേഞ്ച് ചെയ്യുന്നതാണ്. ഓക്കെ, ഇതാണ് എയർ ഫിൽറ്ററിൻ്റെ പാർട്സ് നമ്പർ കേട്ടോ. ഇതാണ് ഓയിൽ ഫിൽറ്ററിൻ്റെ പാർട്സ് നമ്പർ. ക്ഷമിക്കണം. ഓക്കെ, നമുക്ക് ഫിൽറ്റർ ടൈറ്റ് ചെയ്യാം. ഫിൽറ്റർ ടൈറ്റ് ചെയ്യാൻ നേരത്ത് ഹാൻഡ് ടൈറ്റ് ചെയ്തതിന് ശേഷം 3/4 അത്രയും ടൈറ്റ് ചെയ്താൽ അതിൻ്റെ ആവശ്യമുള്ളൂ. അതിൽ കൂടുതൽ ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ലാസ്റ്റ് ഫൈനൽ ചെക്ക് ചെയ്ത് ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കിയാൽ മാത്രം മതി. ഫിൽറ്റർ ഒരുപാട് ടൈറ്റ് ചെയ്യരുത് കേട്ടോ. അത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഫ്യൂച്ചറിൽ സർവീസ് ചെയ്യുന്ന സമയത്ത് അത് പിന്നീട് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അവിടുത്തെ ത്രെഡ് വാഷ് ഔട്ട് ആവുക, ഡാമേജ് കാണിക്കുക, അങ്ങനെയൊക്കെ വരും. അതുകൊണ്ട് തന്നെ ഈ ഡ്രെയിനിനകത്തും ഒരുപാട് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ചിലർ പൈപ്പിനൊക്കെ പിടിച്ച് മുറുക്കുന്നതാണ്, ഒരുപാട് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലത്. ഓക്കെ, ചെറിയൊരു ടൈറ്റ് മതി. പിന്നെ ഞാനിവിടെ ഓയിൽ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുമ്മിൻസിൻ്റെ ഇൻലൈൻ എഞ്ചിനാണ് കേട്ടോ വരുന്നത് ഇവിടെ. പിന്നെ ഇതിൻ്റെ വി എഞ്ചിനും ഉണ്ട്, 6 സിലിണ്ടർ വി എഞ്ചിനും ഉണ്ട്. ഇത് 6 സിലിണ്ടർ ഇൻലൈനാണ്. ഓക്കെ, ഞാൻ ഓയിൽ ടോപ്പ് അപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ഡിപ്സ്റ്റിക്കിൻ്റെ ഗേജ് ഈ സൈഡിലാണ് കൊടുത്തേക്കുന്നത്. ഈ സൈഡിൽ കൂടെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് 25 ലിറ്റർ എഞ്ചിനും ഇല്ല വരുന്നത് കേട്ടോ. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ക്യാപ്പ് ഇടാൻ നേരത്ത് പ്രോപ്പറായിട്ട് എല്ലാ ക്ലിപ്പും പ്രോപ്പറായിട്ട് ഇട്ടിരിക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ സൈഡിൽ കൂടെ എയർ കയറാനുള്ള ചാൻസ് ഉണ്ട്. അതുവഴി ഡസ്റ്റ് കാര്യങ്ങളെല്ലാം കയറിപ്പോവും. പിന്നെ ഞാൻ ഓയിൽ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം എത്രയാണ്. ഇതാണ് ലെവല്. ഈ ടോപ്പിൽ ലെവലുണ്ടോ അത്രയും മാത്രം ഫില്ല് ചെയ്ത് ഓവർ ഫില്ല് ചെയ്യരുത്. ഓവർ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ സീലും കാര്യങ്ങളും എല്ലാം ഡാമേജ് ആവും പിന്നീട്. ഓക്കെ, ഇത് ടർണിങ് പ്ലേറ്റ് ആണ്. ഇതിനകത്ത് ഗ്രീസ് ഇട്ടേക്കാം പ്രോപ്പറായിട്ട്. ഓക്കെ, ഇതിനെ 5th വീൽ എന്നാണ് പറയുന്നത് കേട്ടോ. ഇതിനകത്താണ് ട്രെയിലർ അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളും. നമുക്ക് ഈ സ്വിച്ച് ഓഫ് ചെയ്യാൻ, ക്യാബിൻ്റെ സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, നമുക്ക് ഇവിടുന്ന് എടുക്കാനുള്ള പരിപാടി നോക്കാം. സ്റ്റിയറിങ് നേരെ ആക്കി. ഓക്കെ, നമുക്കിനി ഗിയർ ഇടാം. ഇതിൻ്റെ ഗിയറിൻ്റെ പാറ്റേൺ ഇതാണ്. ഹൈ ഉണ്ട്, ലോ ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് ഹൈ ലോ ആക്കാൻ പറ്റും. ഓക്കെ, ഇത് ഹാൻഡ് ബ്രേക്ക്. ഓക്കെ, വണ്ടി പോകുന്നുണ്ട്, കാണാൻ പറ്റുമെന്ന് കരുതുന്നു.